നമുക്ക് വെളിച്ചെണ്ണ എങ്ങനെ കേടുകൂടാതെ നിന്ന് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കിട്ടി. എൻ്റെ ഫ്രണ്ട് വീട്ടിൽ ആട്ടിയതാണ്. നല്ല ശുദ്ധമായ മായം ചേർക്കാത്ത വെളിച്ചെണ്ണ. അപ്പോൾ അത് കേടാകാതെ എങ്ങനെ സൂക്ഷിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് രണ്ട് വീട്ടിലൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേരോട് ചോദിച്ചിട്ടൊന്നും അവർക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഈ നമ്മളെമാതിരി അറിവില്ലാത്തവരും കാണുമല്ലോ, അവർക്ക് പ്രയോജനകരമാകുമല്ലോ. അതിനുവേണ്ടി അതിൻ്റെ ഒരു 2-3 ടിപ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച, മീൻസ് പലരുടെ അഭിപ്രായങ്ങളിൽ നിന്നും കിട്ടിയതല്ല, ഞാൻ സെർച്ച് ചെയ്തിട്ടൊക്കെ കിട്ടിയതാണ്. പക്ഷേ എനിക്കത് ആപ്ലിക്കബിളായി, പ്രയോജനമായി. അങ്ങനെ ഞാൻ ചെയ്ത 1-2 ടിപ്പുകളാണ് കാണുന്നത്. നമുക്ക് വെളിച്ചെണ്ണ കേടുകൂടാതെ സൂക്ഷിക്കാൻ എങ്ങനെ പറ്റുമെന്ന് നോക്കാം. ആദ്യം അത് മട്ടില്ലാതെ മുഴുവൻ ഊറ്റിയെടുക്കണം. ഈ കക്കനെന്ന് പറയത്തില്ല, ഈ അടിയിലത്തെ ഈ കറുത്ത സാധനം, അത് വെക്കല്ല. അതുണ്ടെങ്കിൽ കനയ്ക്കും. അതില്ലാതെ വേറൊരു കുപ്പിക്കകത്ത് എപ്പോഴും ബോട്ടിലേ വെക്കാവൂ, പ്ലാസ്റ്റിക് വെക്കല്ല. ബോട്ടിലോ സ്റ്റീൽ പാത്രത്തിലോ. ഈ കക്കനില്ലാതെ, കക്കൻ ഒട്ടും വെക്കല്ല. ഈ കറുത്തിരിക്കുന്ന സാധനം കക്കൻ, അതില്ലാതെ മുഴുവനും ഊറ്റിയെടുക്കുക. അതുപോലെ പ്ലാസ്റ്റിക്കിലും വെക്കല്ല. ഇതിപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഞാൻ മുഴുവനായിട്ട് 4 ലിറ്റർ എണ്ണയുണ്ട്. സ്റ്റീൽ പാത്രത്തിലോട്ട് ഞാൻ മുഴുവനും എടുത്തു വെച്ചു. ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിൽ വെക്കല്ല. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഉപയോഗിക്കത്തില്ല. നമ്മുടെ ഗ്രാമ്പു ഇല്ലേ, ആ ഗ്രാമ്പു ഇതിപ്പോൾ 4 ലിറ്ററുണ്ട്. 1 ലിറ്ററിന് ഒരു 3-4 എണ്ണം വെച്ച്, നന്നാൽ 16 എണ്ണം അല്ലെങ്കിൽ 15 എണ്ണം അതിട്ടാൽ മതി. ഇത് ഏതെങ്കിലും ഒരു ടിപ്പേ ഉപയോഗിക്കുക, എല്ലാം കൂടെ വേണ്ട. ഏതെങ്കിലും ഒരു ടിപ്പ്. സെക്കൻഡ് വേണം, അത് ഗ്രാമ്പു ഇടാം. അല്ലെങ്കിൽ നമ്മുടെ പെപ്പർ, കുരുമുളക്, അത് 1 ലിറ്ററിന് 4 എണ്ണം വെച്ച്, 4 ലിറ്ററിന് നന്നാൽ 16 എണ്ണം. ആ 16 എണ്ണം കുരുമുളക് ഇടാം. ഈ കുരുമുളക് അതിനകത്ത് പൊട്ടിക്കൊന്നും വേണ്ട, ചതയ്ക്കൊന്നും വേണ്ട. ഞാൻ ഓൾറെഡി കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ഇട്ട് ബാക്കി കുരുമുളക് അങ്ങനെ ഇടുക. പൊട്ടിക്കാതെ അങ്ങനത്തെ കുരുമുളക് അതിട്ട് ഈ പാത്രത്തിൽ എങ്ങും ഒരു ഈർപ്പം കാണില്ല. ഇതിപ്പോൾ വെളിച്ചെണ്ണയെ പരണ്ടിക്കുന്ന ഒട്ടും ഈർപ്പം കാണില്ല. ഈർപ്പം ഇല്ലാത്ത പാത്രത്തിൽ വെള്ളം തുടച്ചിട്ട് കംപ്ലീറ്റ് ഈർപ്പം പോയ പാത്രത്തിൽ. പിന്നെ അത് അല്ലെങ്കിൽ കല്ലുപ്പ്, നമ്മുടെ കല്ലുപ്പില്ല, സോൾട്ട്, വെള്ളത്തിലിടാത്ത ഉപ്പ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് ഉപ്പ്, ഇത് കാണിക്കാൻ വേണ്ടി എടുത്താൽ ഞാൻ ഉപ്പ് ഇടുന്നില്ല. ഏതെങ്കിലും ഒന്നിട്ടാൽ മതി, ഒരു ടിപ്പ്. എല്ലാ ടിപ്പും കൂടെ ഇടണ്ട, ഏതെങ്കിലും ഒരെണ്ണം. ആ കല്ലുപ്പിടാം. ഗ്രാമ്പു, കുരുമുളക്, കല്ലുപ്പ്. ഞാനിപ്പോൾ കുരുമുളക് ഇട്ട് ഈ സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ഇങ്ങനെ അടച്ച് വെക്കുക. പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കരുത്, കുപ്പിക്കകത്തും വെക്കരുത്. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ സമയമുള്ളപ്പം ഈ വെയിലത്തൊന്ന് കൊണ്ട് വെച്ച് വെക്കുക. നല്ല വെയിലുള്ളപ്പോൾ ഒരു മണിക്കൂർ ഇങ്ങനെ തുറന്ന് ആ വെയിലത്ത് വെച്ചാൽ ആ വെള്ളമെല്ലാം പറ്റി അതങ്ങനെ ഇരുന്നോളൂ. നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക. നമ്മുടെ